ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു പായസമാണ് തയ്യാറാക്കുന്നത്. റവയും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു പായസമാണിത്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു പ്രഥമനാണ്. സാധാരണ ഇപ്പോൾ നമുക്ക് വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലടയോ അല്ലെങ്കിൽ പരിപ്പ് പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടാമതൊരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ റവ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ സമയം മതിയാവും. തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ ശർക്കരപ്പാനിയും എടുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. റവ വേണം. റവ ഞാനിവിടെ ഒരു അരക്കപ്പ് റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലത്തെ ഒരു അളവ് കപ്പിലാണ് അരക്കപ്പ് റവ ഇവിടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തേങ്ങാപ്പാൽ വേണം, തേങ്ങ കൊത്ത് വേണം. ഇതൊരു അരക്കപ്പ് തേങ്ങാക്കൊത്തുണ്ട്. ഇതിലും കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്. പഴുത്ത നേന്ത്രപ്പഴം വലുതാണെങ്കിൽ 2 എണ്ണം വേണം. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2 നേന്ത്രപ്പഴം ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 കപ്പ് ശർക്കര പാനിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതായത് 1 കിലോ ശർക്കര ഞാൻ ഉരുക്കിയിട്ട് എടുത്തിട്ട് ഉള്ള പാലാണ്. പിന്നെ നമുക്ക് ഏലക്കായ വേണം, ഒരു 10-12 എണ്ണം. ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ നെയ്യ് വേണം. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വേണം. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ പായസത്തിനായിട്ട് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ്. കാരണം ഇത് 1/2 കപ്പ് റവയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 പേർക്ക് കുടിക്കാവുന്ന പായസം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് പോവുക അല്ലെങ്കിൽ മേലേക്ക് ആവാതിരിക്കാനാണ് കുറച്ച് വലിയ പാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടിയിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇത് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ്, നെയ്യൊന്നും ചേർക്കാതെ വറുത്ത് വെച്ചിട്ടുള്ള റവയാണിത്. ഇത് വറുക്കാത്ത റവയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ വീട്ടിലാണ് വറുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ വറുത്ത റവ മേടിക്കുന്നതിനേക്കാൾ നല്ലത് വറുക്കാത്ത റവ തന്നെയാണ്. വീട്ടിൽ വറുത്തെടുക്കാവും നല്ലത്. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml ഇതേ വലുപ്പത്തിലുള്ള പാത്രമാണ്, അളവ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു ഇടത്തരം വലുപ്പമുള്ള 2 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാലാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നത്. വലിയ തേങ്ങയ്ക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ വലിയ തേങ്ങ കിട്ടും. ആ തേങ്ങയ്ക്കാണെങ്കിൽ 1.5 കപ്പ് 1.5 കപ്പല്ല, 1.5 തേങ്ങ മതിയാവും. അപ്പോൾ അത്രയും പാല് നമുക്ക് മതിയാവും. ഇത് ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2ാം പാലിലാണ് ഞാനിതിൽ 2 കപ്പ് 2ാം പാൽ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4 കപ്പ് വെള്ളം ഞാനിതിൽ അളന്ന് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് 4 കപ്പ് പച്ചവെള്ളം ഞാനിതിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലോട്ട് ഈ 2 കപ്പ് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇത്ര മധുരം ആവശ്യമില്ല എന്ന് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ബാക്കി വെച്ചിട്ട് നമുക്ക് അവസാനം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. സ്റ്റവ് ഇവിടെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി കൈയെടുക്കാതെ തിളയ്ക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ റവ പെട്ടെന്ന് കട്ട പിടിക്കും. അത് കട്ട പിടിച്ചാൽ അവിടെ ഇവിടെ ഉണ്ട പോലെ കിടക്കും. അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ പായസം ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6 മിനിറ്റോളമായി ഞാനിവിടെ അത്യാവശ്യം നല്ല തീയിൽ തന്നെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് തിളച്ച് തുടങ്ങിയാൽ നമുക്ക് തീ ഒന്ന് കുറച്ചിടാം. അതിനുശേഷം നമുക്കിതിലോട്ട് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഒരു വലിയ നേന്ത്രപ്പഴമാണ് ശരിക്കും ഇതിന് ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ട് 2 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ ക്യൂബ്സ് രൂപത്തിൽ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെ ആവണം. അതല്ലാന്നുണ്ടെച്ചെങ്കിൽ അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ ഇതൊരു പുളിപ്പ് നമുക്ക് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് പഴുത്ത പോകാനും പാടില്ല. നന്നായി പഴുത്തതാണെങ്കിലും പെട്ടെന്ന് ഇതിൽ ഇടുമ്പോൾ അലിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പഴുത്ത ഒരു മീഡിയം രീതിയിൽ പഴുത്ത പഴമാണ് നമുക്കിതിലോട്ട് ആവശ്യം വരുന്നത്.
ഇത് ഇത്തിരി നേരത്തെ ഇടുന്നത് ഈ പഴത്തിലേക്കും നമ്മുടെ ശർക്കരയുടെ മധുരം ചേരാൻ വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് നേരത്തെ ഇടുന്നത്. പഴം ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് തുടങ്ങിയാൽ തീ കുറച്ച് കൊടുക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടയാവും ചെയ്യും. ഈ റവയിലും അതുപോലെ തന്നെ പഴത്തിലൊന്നും ശർക്കരയുടെ മധുരം പിടിക്കുകയില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കാൻ പറയുന്നത്. ഇവിടെ ഈ നമ്മൾ പഴം ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റായി ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുത്ത സ്റ്റൗവിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് ജോലിയും കൂടി ഉണ്ട്. തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം മറ്റേ സ്റ്റൗവിൽ ഞാൻ തീ കുറച്ചിട്ടാണ് പായസം വെച്ചിട്ടുള്ളത്. ഒന്നുകൂടി കുറുകി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് 4 ടേബിൾ സ്പൂണ് നെയ്യാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഇത്ര ആവശ്യമില്ലാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. പായസം നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതല്ലാന്ന് വെച്ചെങ്കിൽ അടിയിൽ പിടിക്കും, കട്ട പിടിക്കും ചെയ്യും. ആദ്യത്തെ സ്റ്റേജ് പോലെ എപ്പോഴും കൈയെടുക്കാതെ ഇളക്കണമെന്നില്ല. ഇവിടെ തേങ്ങക്കൊത്ത് ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, അധികം കുറവായാലും നമ്മളിതിൽ അടപ്രഥമൻ്റെ പോലെ നമുക്ക് അല്ലെങ്കിൽ പരിപ്പ് പ്രഥമനൊക്കെ വെക്കുന്ന പോലെ നമുക്ക് കടിക്കാനായിട്ട് കാര്യങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ടാണ് തേങ്ങക്കൊത്ത് കൂടുതലായിട്ട് ഞാനിതിൽ ഇടുന്നത്. നമുക്കിത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇവിടെ ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അതല്ലെങ്കിൽ കൂടുതൽ മൂപ്പ് കൂടെയുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഈ പായസം വീണ്ടും ഈ സ്റ്റൗവിലോട്ട് തന്നെ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റായി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇത് നന്നായിട്ട് പഴത്തിലൊക്കെ മധുരം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചിട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തീ ഇവിടെ ഞാൻ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കുറച്ച് നേരമായി വെച്ച കാരണം കട്ടിപ്പാൽ ഇതിൽ പിടിച്ചിരിക്കുകയാണ്. അത് നന്നായി ഒന്ന് വടിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 2-3 മിനിറ്റ് ഇത് ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പായസം ഇവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പഴത്തിലൊക്കെ നന്നായിട്ട് ശർക്കര പിടിച്ചിട്ടുണ്ട്. ശർക്കര മധുരം പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതിയാവും. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു നുള്ള് ഉപ്പിട്ട് ചേർക്കാം. ഒരുപാട് കൂടുതലൊന്നും ആവരുത്. ഇത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള്, വളരെ ചെറിയൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ട് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാരയും കൂടി ചേർത്താൽ പെട്ടെന്ന് ഈ ഏലക്കായ പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് 2ഉം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ നമുക്കിതിലോട്ട് ഇത് ഏലക്കായ ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിന് മധുരമൊക്കെ ഒന്ന് നോക്കാം.
നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റുണ്ട്. ഇത്ര മധുരം വേണ്ടാന്നുള്ളവർക്ക് 2 കപ്പ് ശർക്കരപ്പാനിക്ക് പകരം 1.5 കപ്പ് ശർക്കരപ്പാനി എടുത്താൽ മതിയാവും. ചിലവർക്ക് നല്ല മധുരമുള്ള പായസം തന്നെ വേണമെന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ 2 കപ്പ് ശർക്കരപ്പാനി ഓക്കെയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. തേങ്ങക്കൊത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ തേങ്ങക്കൊത്ത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. മുഴുവൻ ഞാൻ ഇതിലിടുന്നില്ല, കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഒരു അരമണിക്കൂർ മതിയാവും നമുക്കിത് തയ്യാറാക്കാനായിട്ട്. തേങ്ങാപ്പാലും ശർക്കരപ്പാനും എടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പിന്നെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പുഡിങ്ങായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ താങ്ക് യു.